സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചി മെട്രോയിൽ മദ്യപിച്ച് കിടന്നുറങ്ങി എന്ന പേരിൽ ബധിരനും മൂകനുമായ എൽദോയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ വിമർശനവുമായി നടൻ കുഞ്ചാക്കോ ബോബൻ. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചാക്കോച്ചൻ ഇതിനെതിരെ പ്രതികരിച്ചത്. കുഞ്ചാക്കോ ബോബൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: ഇത് എൽദോ, സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിനില്ല. മെട്രോ എന്ന മഹാസംഭവത്തിൽ അറിയാതെ തളർന്നു വീണുപോയ ഒരു സഹോദരൻ. ഒരാളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതെ, അയാളുടെ ശാരീരിക മാനസിക അവസ്ഥ അറിയാതെ, മുൻവിധികളോടെയും മുൻധാരണകളോടെയും അഭിപ്രായങ്ങൾ എന്ന പേരിൽ അനാവശ്യങ്ങൾ എഴുതി പ്രചരിപ്പിക്കുമ്പോൾ ഒന്നാലോചിക്കുക. നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വന്നുകൂടായികയില്ല. നിങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ മനുഷ്യൻ്റെ ജീവിതവും കുടുംബവും ആയിരിക്കും തകർന്നത്. അയാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാവാം ഇല്ലാതായത്. എന്തിനു വേണ്ടി, എന്ത് നേടി അതുകൊണ്ട്? പ്രിയപ്പെട്ട എൽദോ, സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത തങ്ങൾ ഇതൊന്നും കേൾക്കാതിരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ആണ് നല്ലത്. പക്ഷേ നിങ്ങളിതറിയും, നിങ്ങൾ വിഷമിക്കും, നിങ്ങളുടെ കുടുംബം വേദനിക്കും. മാപ്പ് ചോദിക്കുന്നു, മാപ്പറിയിക്കാത്ത തെറ്റിന്. ഞാൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യബോധം ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന മലയാളി സമൂഹം മുഴുവനും. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് കൊച്ചി മെട്രോയിൽ പാമ്പ് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു പല മലയാളികളും ബധിരനും മൂകനുമായ എൽദോയുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത്. എൽദോ മദ്യപിച്ചിരുന്നില്ലെന്നും മരണാസന്നനായി ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരനെ സന്ദർശിച്ച ശേഷം മടങ്ങവേ ക്ഷീണവും മനോവിഷമവും കാരണം തളർന്നു കിടന്നതാണെന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞത്.